ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. 1985 മോഹൻലാലിന്റെയും ശോഭനയുടെയും കൂട്ടുകെട്ടിൽ 5 ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യം പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അവിടത്തെ പോലെ ഇവിടെയും. KS സേതുമാധവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടിയും കവിത താക്കൂറുമായിരുന്നു മറ്റു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ചിത്രം വസന്തസേന. K വിജയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ശങ്കർ, സീമ, രതീഷ് എന്നിവരായിരുന്നു മറ്റു പ്രധാന താരങ്ങൾ. ഇതിൽ മോഹൻലാലിന് ഒരു ഗസ്റ്റ് റോൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ കുഴപ്പമില്ലാത്ത വിജയം നേടിയ ഒരു ചിത്രമായിരുന്നു. 1985 പുറത്തിറങ്ങിയ മൂന്നാമത്തെ ചിത്രമായിരുന്നു അഴിയാത്ത ബന്ധങ്ങൾ. J ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജഗതി, ശ്രീവിദ്യ, നെടുമുടി വേണു എന്നിവരായിരുന്നു അഭിനയിച്ച മറ്റു താരങ്ങൾ. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിച്ച ഒരു ചിത്രമായിരുന്നു. 1985 പുറത്തിറങ്ങിയ നാലാമത്തെ ചിത്രമായിരുന്നു അനുബന്ധം. IV ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടിയും സീമയായിരുന്നു മറ്റു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. 1985 മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അവസാന ചിത്രമായിരുന്നു രംഗം. IV ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ രവീന്ദ്രൻ, അടൂർ ബാസി, സുകുമാരി എന്നിവരായിരുന്നു മറ്റു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. 1986 മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ 6 ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യം പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു TP ബാലഗോപാലൻ MA. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ബാലൻ K നായർ, പപ്പു, ശ്രീനിവാസൻ എന്നിവരായിരുന്നു മറ്റു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ചിത്രം കുഞ്ഞാറ്റ കിളികൾ. J ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ MG സോമനും സുകുമാരിയുമായിരുന്നു മറ്റു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിച്ച ഒരു ചിത്രമായിരുന്നു. 1986 മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ മൂന്നാമത്തെ ചിത്രമായിരുന്നു ഇനിയും കുരുക്ഷേത്രം. J ശശികുമാർ തന്നെ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ജഗതി, ലിസി, കവിയൂർ പൊന്നമ്മ എന്നിവരായിരുന്നു മറ്റു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയിരുന്നു. അടുത്ത ചിത്രം എന്റേത് മാത്രം. J ശശികുമാറിന്റെ തന്നെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ കാർത്തിക, ബേബി ശാലിനി, ലാലു അലക്സ് എന്നിവരായിരുന്നു മറ്റു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയിരുന്നു. 1986 മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അഞ്ചാമത്തെ ചിത്രമായിരുന്നു അഭയം തേടി. IV ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ തിലകൻ, സുകുമാരി, KPS ലളിത എന്നിവരായിരുന്നു മറ്റു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ചിത്രം പടയണി. TS മോഹൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മമ്മൂട്ടി, മാസ്റ്റർ ഇന്ദ്രജിത്ത്, ദേവൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. 1987 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു നാടോടിക്കാറ്റ്. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ, തിലകൻ എന്നിവരായിരുന്നു മറ്റു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. 1988 മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയത് 2 ചിത്രങ്ങളായിരുന്നു. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് വെള്ളാനകളുടെ നാട്. പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ, ലിസി, മണിയൻപിള്ള രാജു എന്നിവരായിരുന്നു മറ്റു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ചിത്രം ആര്യൻ. പ്രിയദർശൻ തന്നെ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ രമ്യ കൃഷ്ണനും ഒരു മുഖ്യവേഷം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. 1991 2 ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യം പുറത്തിറങ്ങിയ ചിത്രം വാസ്തുഹാര. G അരവിന്ദൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ നീന ഗുപ്തയും ഒരു മുഖ്യ വേഷം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയിരുന്നു. 1991 ഇവരുടെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അവസാന ചിത്രമായിരുന്നു ഉള്ളടക്കം. കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ രേവതി ഒരു മുഖ്യ വേഷം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയിരുന്നു. 1993 ഇവരുടെ കൂട്ടുകെട്ടിൽ 2 ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യം പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മായാമയൂരം. സിബി മലയലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. ഇവരുടെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഇൻഡസ്ട്രി ഹിറ്റ് വിജയം നേടിയ ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ്. ഫാസിലായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. 1994 ഇവരുടെ കൂട്ടുകെട്ടിൽ 4 ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യം പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പവിത്രം. TK രാജീവ് കുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിച്ച ഒരു ചിത്രമായിരുന്നു. അടുത്ത ചിത്രം തേന്മാവിൻ കൊമ്പത്ത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ നെടുമുടി വേണുവും കവിയൂർ പൊന്നമ്മയുമായിരുന്നു മറ്റു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. 1994 ഇവരുടെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ മൂന്നാമത്തെ ചിത്രമായിരുന്നു പക്ഷേ. മോഹനായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ. വൻ പ്രതീക്ഷയോടെ പുറത്തിറങ്ങിയ ഈ ചിത്രം സാമ്പത്തികമായി വലിയൊരു വിജയ ചിത്രമായി മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അവസാന ചിത്രമായിരുന്നു മിന്നാരം. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ അബോവ് ആവറേജ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. 2000 ഇവരുടെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ശ്രദ്ധ.
IV ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ അരുൺ പാണ്ഡ്യനും അഭിരാമിയുമായിരുന്നു മറ്റു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായിരുന്നു. 2004 ശോഭന മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മാമ്പഴക്കാലം. ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിച്ച ഒരു ചിത്രമായിരുന്നു. 2009 ഇവരുടെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സാഗർ എലിയാസ് ജാക്കി റീലോഡഡ്. അമൽ നീരദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സുമനും ഭാവനയുമായിരുന്നു മറ്റു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മിക്സഡ് റിവ്യൂസ് ആയിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. 16 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രമാണ് തുടരും. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഈ ചിത്രം കാണാൻ കാത്തിരിക്കുന്നവരാരൊക്കെ എന്നത് ഒരു കമന്റായി ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫ്രണ്ട്സ്, ഇത്രയും ചിത്രങ്ങളാണ് മോഹൻലാൽ ശോഭന കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം, വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രം ഏത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. വേറൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ.